വെൽക്കം ടു ഇംഗ്ലീഷ് ലോഞ്ച്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏറ്റവും സിമ്പിളായിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ്. നമ്മൾ കുഞ്ഞു ക്ലാസ്സിലെ പഠിച്ചതാണ്, എന്നാൽ മിക്കവർക്കും അറിയാത്തതും വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് നമ്മളിത് പഠിക്കാൻ പോകുന്നത്. സ്റ്റേറ്റീവ് വേർബ്സും ഡൈനാമിക് വേർബ്സും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ കുഞ്ഞു ക്ലാസ്സിലെ പഠിക്കുന്നതാണല്ലേ എന്താണ് സ്റ്റേറ്റീവ് വേർബ്സും ഡൈനാമിക് വേർബ്സ് ഒക്കെ. കുറേ പേർക്ക് കൺഫ്യൂഷൻ വരുന്ന ഒരു ഏരിയയും കൂടിയാണിത്. സോ നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് സ്റ്റേറ്റീവ് വേർബ്സ്, അതിന്റെ എക്സാമ്പിൾസ്, ഡൈനാമിക് വേർബ്സ്, അതിന്റെ എക്സാമ്പിൾസ് ഒക്കെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പൊ നമുക്കറിയാം ഈ വേർബ് എന്ന് പറയുന്നത് ഡിഫറെന്റ് പാർട്സ് ഓഫ് സ്പീച്ചിൽ വരുന്ന ഒരാളാണല്ലേ. നമുക്ക് 8 പാർട്സ് ഓഫ് സ്പീച്ച് ആണ് വരുന്നത്. ഇത് ഓൾറെഡി ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് 8 പാർട്സ് ഓഫ് സ്പീച്ച് ആണ്. നൗണ്, പ്രൊനൗൺസ്, വേർബ്സ്, അഡ്ജക്റ്റീവ്സ്, ആഡ്വേർബ്സ്, പ്രിപ്പസിഷൻസ്, കൺജങ്ഷൻസ്, ഇന്റർജങ്ഷൻസ്, ഇങ്ങനെ 8 പേരടങ്ങുന്ന ഈ ഒരു ഫാമിലിനെയാണ് നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. ഈ പാർട്സ് ഓഫ് സ്പീച്ചിലെ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരാളാണ് ഈ വേർബ് എന്ന് പറയുന്നത്. ഇനി വേർബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ക്രിയ അല്ലെ, ഒരു ആക്ഷനെ കാണിക്കുന്ന പാർട്സ് ഓഫ് സ്പീച്ചിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വേർബ് എന്ന് പറയുന്നത്. ഒരു സബ്ജക്റ്റ് ചെയ്യുന്ന പ്രവൃത്തിയെ കാണിക്കുന്ന വേർഡ്സിനെയാണ് വേർബ് അഥവാ ക്രിയ എന്ന് നമ്മൾ പറയുന്നത്. ഈ വെർബ് തന്നെ ഡിഫറെന്റ് കാറ്റഗറീസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ പറയുകയാണെങ്കിൽ ട്രാൻസിറ്റീവ് വെർബ്, ഇൻട്രാൻസിറ്റീവ് വെർബ്, ഓക്സിലറി വെർബ്, മെയിൻ വെർബ് അഥവാ ലെക്സിക്കൽ വെർബ്സ്, റെഗുലർ വെർബ്സ്, ഇറഗുലർ വെർബ്സ്, അതുപോലെ സ്റ്റേറ്റീവ് വെർബ്സ്, ഡൈനാമിക് വെർബ്സ്, ഇങ്ങനെ ഡിഫറെന്റ് കാറ്റഗറീസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ അതിൽ വരുന്ന ഒരു കാറ്റഗറിയാണ് ഈ സ്റ്റേറ്റീവ് വെർബ്സും ഡൈനാമിക് വെർബ്സ് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആണ്. ഇത് മനസ്സിലാക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ആദ്യം നമുക്ക് പരിചയപ്പെടാം എന്താണ് സ്റ്റേറ്റീവ് വെർബ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു വെർബ് എന്ന് പറയുന്നത് സബ്ജക്റ്റ് ചെയ്യുന്ന ഒരു പ്രവൃത്തി ഓർ ആക്ഷനെ കാണിക്കുന്ന വേർഡ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വെർബ് അഥവാ ക്രിയ എന്ന് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പൊ ആദ്യം എന്ന് പറയുന്നത് സ്റ്റേറ്റീവ് വെർബ്സ് ആണ്. ഇതിന്റെ പേരിൽ തന്നെ നമുക്ക് ഇതിന്റെ മീനിങ് കിട്ടുന്നുണ്ട്, സ്റ്റേറ്റ് അല്ലെ. അതായത് ഒരു സബ്ജക്റ്റ് ഒരു പ്രവൃത്തി മാത്രം ആയിരിക്കില്ലല്ലോ ചെയ്യുന്നത്. മെന്റലി ആണെങ്കിലും തോട്ട്സ് ഉണ്ട്, ഇമോഷൻ ഉണ്ട്, ഫീലിങ്സ് ഉണ്ട്, സെൻസ് ഉണ്ട് അല്ലെ. അപ്പൊ സബ്ജക്റ്റിന്റെ പ്രവൃത്തി അല്ലാത്ത ഒരു അവസ്ഥയെ കാണിക്കുന്ന വേർബ്സിനെയാണ് സ്റ്റേറ്റീവ് വേർബ്സ് എന്ന് പറയുന്നത്. പേരെന്ന് തന്നെ അറിയാം, സ്റ്റേറ്റീവ് വേർബ്. സ്റ്റേറ്റ് എന്ന് വെച്ചാൽ അവസ്ഥ. ഒരു സബ്ജക്റ്റിന്റെ പ്രവൃത്തിയെ കൂടാതെ, പ്രവൃത്തി അല്ലാതെ വരുന്ന തോട്ട്സ്, മെന്റലി നമ്മൾ പറയുന്ന തോട്ട്സ്, ഇമോഷൻ, ഫീലിങ്സ് അല്ലെ. പിന്നെ നമുക്ക് സെൻസസ് പറയാം. സെൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കാണുക, കേൾക്കുക, ടേസ്റ്റ്, സ്മെല്ല്, ഹിയർ, സീ, ഇതെല്ലാം സെൻസ് ആണല്ലേ. അപ്പൊ ഇതെല്ലാം കൂടി വരുന്ന വേർബ്സിനെയാണ് സ്റ്റേറ്റീവ് വേർബ്സ് എന്ന് നമ്മൾ പറയുന്നത്. അതായത് സ്റ്റേറ്റീവ് വേർബ്സ് കാണിക്കുക സബ്ജക്റ്റിന്റെ ഇമോഷൻ, ഫീലിങ്സ്, പ്രവൃത്തി അല്ലാതെ വരുന്ന ഫീലിങ്സ്, ഇമോഷൻസ്, തോട്ട്സ് അല്ലെ, തോട്ട്സ്, സെൻസസ് അല്ലെ, കാണുക, കേൾക്കുക, സ്മെല്ല്, ഇതൊക്കെ പറയുന്ന സെൻസ് അല്ലേ. സെൻസസ്, ഇതെല്ലാം കാണിക്കുന്ന വെർബിനെയാണ് സ്റ്റേറ്റ്, ഒരു അവസ്ഥ. ഇതിനെ എല്ലാത്തിനെയും കാണിക്കുന്ന വെർബിനെയാണ് സ്റ്റേറ്റീവ് വേർബ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ ആം ഹാപ്പി, ഞാൻ ഹാപ്പി ആണ് അല്ലെ, ഐ ആം ഹാപ്പി. അതുപോലെ ഇപ്പൊ പറയുകയാണെങ്കിൽ ഐ ലൈക്ക് ഐസ്ക്രീം, എനിക്ക് ഐസ്ക്രീം ഇഷ്ടമാണെന്നാണ് പറയുന്നത് അല്ലെ. എൻ്റെ ഒരു ഇഷ്ടത്തെ കുറിച്ചല്ലേ പറയുന്നത്, എൻ്റെ പ്രവൃത്തിയെ കുറിച്ചിട്ടല്ലല്ലോ ഇവിടെ പറയുന്നത്. അപ്പൊ ഈ ലൈക്ക് എന്ന് പറയുന്നത് നമുക്ക് പറയാം, ലൈക്ക് ഒരു സ്റ്റേറ്റീവ് വേർബ് ആണെന്ന് നമുക്ക് പറയാം. എൻ്റെ ഒരു ഇഷ്ടത്തെ കുറിച്ചാണ്. ഐ ലവ് മൈ പാരൻസ്, എൻ്റെ പാരൻസിനെ എനിക്ക് വളരെ ഇഷ്ടമാണ്. വീണ്ടും ലവ്, എൻ്റെ ഒരു ആക്ഷൻ അല്ലല്ലോ പറയുന്നത്, എനിക്ക് ഇഷ്ടത്തെ കുറിച്ചല്ലേ പറയുന്നത്. അപ്പം ലവ് എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്, സ്റ്റേറ്റീവ് വേർബ് ആണല്ലേ. അതുപോലെ സെൻസ്, ഹിയർ അല്ലെ, ഹേർഡ്, ഹിയർ എന്നൊക്കെ പറയുന്നത് കേട്ടു എന്നാണ്. എൻ്റെ പ്രവൃത്തിയല്ല പറയുന്നത്, സെൻസിനെ കുറിച്ചാണ് പറയുക. സോ ഹിയർ എന്ന് പറയുന്നതും ഒരു സ്റ്റേറ്റീവ് വേർബ് ആണ്. ഐ ബിലീവ് ഇൻ ഗോഡ്, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഐ ബിലീവ് ഇൻ ഗോഡ്,
ഇവിടെയും എൻ്റെ ഒരു ആക്ഷനെ കുറിച്ചിട്ടല്ലല്ലോ പറയുന്നത്, ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ചല്ലേ പറയുന്നത്. ആക്ഷൻ അല്ലാതെ വരുന്ന എൻ്റെ ബാക്കി കാര്യങ്ങൾ മെന്റലി ഞാൻ വിശ്വസിക്കുന്ന കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ ഈ ബിലീവ് എന്ന് പറയുന്നതും ഏത് ടൈപ്പ് ഓഫ് വേർബ് ആണ്? സ്റ്റേറ്റീവ് വേർബ് തന്നെയാണ് അല്ലെ. സ്മെൽ അല്ലെ, സ്മെൽ എന്ന് പറയുന്നത് ഇറ്റ്സ് എ സെൻസിൽ വരുന്നതാണ് സ്മെല്ല്. സ്മെൽ എന്ന് പറയുന്നത് ഏത് വെർബാണ്? സ്റ്റേറ്റീവ് വേർബ് അല്ലേ. ഹിയർ അല്ലെ, കേട്ടു. സീ, കണ്ടു അല്ലെ. സീ എന്ന് പറഞ്ഞാൽ കണ്ടു അല്ലെ, സെൻസ് അല്ലേ. അപ്പൊ ഈ സീ വരുന്നതും ഏത് വെർബാണ്? സ്റ്റേറ്റീവ് വേർബ് അല്ലേ. അപ്പൊ ഇതുപോലുള്ള പ്രിഫർ അല്ലെ, ഐ പ്രിഫർ കോഫി. പ്രിഫർ എന്ന് പറയുന്നത് ഞാൻ കോഫിയാണ് പ്രിഫർ ചെയ്യുന്നത്. എൻ്റെ ഒരു ആക്ഷനെ കുറിച്ചല്ല പറയുന്നത്, ഞാൻ കോഫി പ്രിഫർ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെയും നമ്മൾ യൂസ് ചെയ്യുന്ന വേർബ് എന്ന് പറയുന്നത് സ്റ്റേറ്റീവ് വേർബ്സ് ആണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ സബ്ജക്റ്റിന്റെ ആക്ഷൻ അല്ലാതെ വരുന്ന ബാക്കി. റിമെമ്പർ, റെക്കഗ്നൈസ്. ഇപ്പൊ പറയാണ് റിമെമ്പർ അല്ലെ, റിമെമ്പർ. ഡു യു റിമെമ്പർ മീ? നിനക്കെന്നെ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ എന്നല്ലേ ചോദിക്കുന്നത്, ആക്ഷൻ അല്ലല്ലോ ഇവിടെ പറയുന്നത്. നിനക്കെന്നെ ഓർമ്മയുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഈ റിമെമ്പർ എന്ന് പറയുന്നത് ഏത് വെർബാണ്? സ്റ്റേറ്റീവ് വെർബാണ്. ഡു യു റെക്കഗ്നൈസ് ഹിം അല്ലെ, നീ അവനെ ഓർക്കുന്നോ? ഡു യു റെക്കഗ്നൈസ് ഹിം. റെക്കഗ്നൈസ് എന്ന് പറയുന്നത് ഏത് വെർബാണ്? സ്റ്റേറ്റീവ് വെർബാണ് അല്ലെ, ആക്ഷൻ അല്ലല്ലോ. ഡു യു റെക്കഗ്നൈസ് എന്നാണ് ചോദിക്കുന്നത് അല്ലെ. എഗ്രി, സമ്മതിക്കുന്നോ അല്ലെ. എഗ്രി എന്ന് പറയുന്നത് ഏത് വേർബാണ്? സ്റ്റേറ്റീവ് വേർബാണ്, എഗ്രി അല്ലെ. അതുപോലെ തന്നെ പൊസഷൻ. ഇപ്പം ഹി ഹാസ് എ കാർ, അവനൊരു കാർ ഉണ്ട്. ഉണ്ട് എന്ന് പറയുമ്പോൾ അതൊരു പൊസഷനെയാണ് കാണിക്കുന്നത്. അവൻ എന്തോ ഉണ്ട് എന്നാണ് പറയുന്നത്, ആക്ഷൻ അല്ല ഇവിടെ, പ്രവൃത്തി അല്ല പറയുന്നത്. അവനൊരു കാര്യം ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ പൊസഷനെ കാണിക്കാനും നമ്മൾ ഏത് വെർബാ യൂസ് ചെയ്യുക? സ്റ്റേറ്റീവ് വെർബ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഐ ഹാവ് എ ക്യാറ്റ്, എനിക്കൊരു ക്യാറ്റ് ഉണ്ട്. ഞാൻ പൊസസ് ചെയ്യുന്ന ഒരു കാര്യത്തെ കുറിച്ചല്ലേ പറയുന്നത്. അവിടെയും നമുക്ക് എന്ത് യൂസ് ചെയ്യാം? സ്റ്റേറ്റീവ് വെർബ്സ് യൂസ് ചെയ്യാം. ഒരു ഓണർഷിപ്പ് ഓർ പൊസഷൻ, ഓണർഷിപ്പ് ഓർ പൊസഷനെയൊക്കെ കാണിക്കുന്നത് സ്റ്റേറ്റീവ് വെർബ്സ് ആണ്. അപ്പം ആക്ഷൻ അല്ലാതെ വരുന്ന സബ്ജക്റ്റിന്റെ തോട്ട്സ്, ഫീലിങ്സ്, ഇമോഷൻസ്, സെൻസ്, സ്റ്റേറ്റ്, ഓണർഷിപ്പ്, ഇതിനെല്ലാം കാണിക്കുന്ന വേർബ്സിനെയാണ് സ്റ്റേറ്റീവ് വേർബ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി സ്റ്റേറ്റീവ് വേർബ്സിന്റെ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് കണ്ടു നോക്കാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്, നോക്കിക്കേ. ഐ ബിലീവ് ഇൻ ഗോഡ് അല്ലെ, ഇവിടുത്തെ വെർബ് ഏതാണ്? ബിലീവ് അല്ലേ. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു അല്ലെ. എൻ്റെ ഒരു ആക്ഷനെ കുറിച്ചിട്ടല്ലല്ലോ പറയുന്നത്, ഞാൻ വിശ്വസിക്കുന്നു എന്നല്ലേ പറയുന്നത്. അപ്പൊ ഈ ബിലീവ് എന്ന് പറയുന്നത് ഏത് വേർബാണ്? സ്റ്റേറ്റീവ് വേർബാണ്, ആക്ഷൻ അല്ല. എൻ്റെ ഒരു വിശ്വാസത്തെ കുറിച്ചാണ് പറയുന്നത്. സോ ബിലീവ് എന്ന് പറയുന്നത് സ്റ്റേറ്റീവ് വേർബാണ്. അതുപോലെ ഐ ലൈക്ക് ഐസ്ക്രീം അല്ലെ. ലൈക്ക് എന്ന് പറയുന്നത് ഇവിടെ ഒരു വേർബ് അല്ലേ. ഈ വേർബ് ഒരു പ്രവൃത്തിയാണോ കാണിക്കുന്നത്? അല്ലല്ലോ. ഇവിടെ എൻ്റെ ഒരു ഇഷ്ടത്തെ കുറിച്ചാണ് പറയുന്നത്. എനിക്ക് ഐസ്ക്രീം ഇഷ്ടമാണ് എന്നാണ് പറയുന്നത് അല്ലേ. എൻ്റെ ഒരു ഇഷ്ടത്തെയാണ്, പ്രവൃത്തിയെ കുറിച്ച് അല്ലാത്തത് കൊണ്ട് ഈ ലൈക്ക് എന്ന് പറയുന്നത് ഏത് വേർബാണ്? സ്റ്റേറ്റീവ് വേർബാണ്. അതുപോലെ ഐ അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ്, ഇവിടുത്തെ വെർബ് ഏതാണ്? അണ്ടർസ്റ്റാൻഡ് ആണ് ഇവിടുത്തെ വേർബ് എന്ന് പറയുന്നത്. മനസ്സിലായി എന്നല്ലേ പറയുന്നത്. എനിക്ക് ആ കൺസെപ്റ്റ് മനസ്സിലായി. പ്രവൃത്തി അല്ലല്ലോ, ആക്ഷൻ അല്ലല്ലോ. മെന്റലി എൻ്റെ ഒരു കാര്യമല്ലേ പറയുന്നത്. എനിക്ക് മനസ്സിലായി എന്ന് പറയുമ്പോൾ അതൊരു തോട്ട്സിലൊക്കെ വരുന്നതല്ലേ, മെന്റലി ആയിട്ട് വരുന്ന ഒരു കാര്യമല്ലേ സബ്ജക്റ്റിന്റെ. അപ്പൊ ഈ അണ്ടർസ്റ്റാൻഡ് എന്ന് പറയുന്ന ഏത് വേർബിൽ വരും? സ്റ്റേറ്റീവ് വേർബ് ആണല്ലേ. അതുപോലെ ഐ വാണ്ട് എ ന്യൂ കാർ, നിങ്ങളോട് ഞാൻ പറഞ്ഞു സബ്ജക്റ്റിന്റെ ഒരു ഓണർഷിപ്പും പൊസഷനും ഒക്കെ കാണിക്കാൻ യൂസ് ചെയ്യുന്നത് സ്റ്റേറ്റീവ് വേർബ് ആണ്. ഇവിടെ പറയുന്നത് എനിക്കൊരു പുതിയ കാർ വേണം എന്നാണ് പറയുന്നത് അല്ലേ. ഓണർഷിപ്പ്, എനിക്ക് വേണ്ട ഒരു കാര്യമാണ്, എൻ്റെ പ്രവൃത്തിയല്ല. പ്രവൃത്തി എന്ന് പറയുമ്പോൾ ഈറ്റിംഗ്, ഡ്രിങ്കിങ്, ക്ലൈംബിങ്, ഇതെല്ലാം ഞാൻ ചെയ്യുന്ന ഒരു ആക്ഷൻ അല്ലേ. ഇവിടെ ആക്ഷനെ കുറിച്ചല്ല പറയുന്നത്, എനിക്കൊരു പുതിയ കാർ വേണം എന്നാണ് പറയുന്നത്. സോ വാണ്ട് എന്ന് പറയുന്നത് അതൊരു സ്റ്റേറ്റീവ് വേർബാണ്, എൻ്റെ ഒരു ആവശ്യത്തെ കുറിച്ച് പറയുന്നു അല്ലേ. അടുത്തത് ഐ പ്രിഫർ വനില ഐസ്ക്രീം, ഇവിടുത്തെ വെർബ് ഏതാണ്? പ്രിഫർ അല്ലേ. എൻ്റെ ഒരു പ്രിഫറൻസിനെ കുറിച്ചല്ലേ പറയുന്നത്. ഐ പ്രിഫർ വനില ഐസ്ക്രീം അല്ലേ.
എൻ്റെ ഒരു പ്രിഫറൻസ് ആണ് പറയുന്നത്. അവിടെ ഈറ്റിംഗ് അല്ലെങ്കിൽ ഡ്രിങ്കിങ്ങിനെ കുറിച്ചൊന്നും അല്ല പറയുന്നത്, ആക്ഷൻ അല്ല പറയുന്നത്. ഐ എം ഈറ്റിംഗ് വനില ഐസ്ക്രീം എന്ന് പറയുകയാണെങ്കിൽ അവിടെ ഈറ്റിംഗ് എന്ന് പറയുന്നത് പ്രവൃത്തിയാണ്, ഞാൻ ചെയ്യുന്ന ഒരു ആക്ഷൻ ആണ്. പക്ഷെ എൻ്റെ ആക്ഷൻ അല്ല, ഞാൻ പ്രിഫർ ചെയ്യുന്നത് വനില ഐസ്ക്രീം ആണെന്നാണ് പറയുന്നത് അല്ലേ. എൻ്റെ പ്രിഫറൻസ്, എൻ്റെ ഇഷ്ടമാണ്. സോ സ്റ്റേറ്റീവ് വെർബ് ആണ്. അതുപോലെ ഐ ഹാവ് 2 cats. ഇവിടുത്തെ വെർബ് ഏതാണ്? ഹാവ് അല്ലേ? ഐ സബ്ജക്റ്റ് ആണ്, ഹാവ് ആണ് വെർബ് എന്ന് പറയുന്നത്. ഈ ഹാവ് എന്ന വെർബ് ഇവിടെ കാണിക്കുന്ന എന്താണ്? എനിക്ക് 2 cats ഉണ്ട് എന്നല്ലേ പറയുന്നത്. എൻ്റെ ഒരു ഓണർഷിപ്പ് ഓർ എൻ്റെ ഒരു പൊസഷനെ കുറിച്ചല്ലേ പറയുന്നത്. അപ്പൊ ഈ ഹാവ് എന്ന് പറയുന്നത് സ്റ്റേറ്റീവ് വെർബ് ആണ്, എനിക്കുള്ള ഒരു കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. അതുപോലെ ഷി ഫീൽസ് സാഡ് അല്ലെ. ഫീൽസ് എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണല്ലേ. ഷി ഫീൽസ് സാഡ്, അവൾക്ക് വിഷമമായി അല്ലെ. പ്രവൃത്തി അല്ലല്ലോ പറയുന്നത് അവളുടെ, പറയുന്നത് എന്താണ്? അവൾക്ക് വിഷമമായി. വിഷമമായി എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ഫീലിങ്സ് ആണല്ലേ. ഞാൻ പറഞ്ഞു എൻ്റെ ഇമോഷൻസ് അല്ലെങ്കിൽ സബ്ജക്റ്റിന്റെ ഇമോഷൻസ്, സബ്ജക്റ്റിന്റെ ഫീലിങ്സ്, സബ്ജക്റ്റിന്റെ സെൻസ്, ഇതെല്ലാം കാണിക്കുന്ന സ്റ്റേറ്റീവ് വെർബ് ആണ്. അപ്പൊ ഷീ ഫീൽസ് സാഡ് എന്ന് പറയുമ്പോൾ അവൾക്ക് വിഷമമായി അല്ലെ. ഫീൽസ് എന്ന് പറയുന്നത് ഒരു ഫീലിംഗ് ആയതുകൊണ്ട് ഇറ്റ്സ് എ സ്റ്റേറ്റീവ് വെർബ്. അതുപോലെ ഐ സോ ബേർഡ്, ഞാൻ ഒരു ബേർഡിനെ കണ്ടു എന്നാണ് പറയുന്നത്. സോ എന്ന് പറയുന്നത് ഇവിടെ ഏത് വെർബാണ്? കണ്ടു എന്ന് പറയുമ്പോൾ അത് സെൻസ് അല്ലേ. കാണുക, കേൾക്കുക, ടേസ്റ്റ് എന്നൊക്കെ പറയുന്നത് സെൻസ് ആണ്. ഞാൻ പറഞ്ഞ ഒരു സബ്ജക്റ്റിന്റെ സെൻസിനെ കാണിക്കുന്നതും സ്റ്റേറ്റീവ് വെർബ് ആണ്. അപ്പം ഐ സോ ബേർഡ് എന്ന് പറയുമ്പോൾ ഇവിടെ സോ എന്ന് പറയുന്ന വെർബ് ഏത് വെർബാണ്? സ്റ്റേറ്റീവ് വെർബ് ആണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഒരു സബ്ജക്റ്റിന്റെ ആക്ഷൻ അല്ലാതെ വരുന്ന ഒരു സ്റ്റേറ്റ് അഥവാ അവസ്ഥ, അല്ലെങ്കിൽ ഒരു തോട്ട്, ഒരു ഫീലിങ്സ്, ഒരു ഇമോഷൻ, സെൻസ്, സബ്ജക്റ്റിന്റെ ഒരു ഓണർഷിപ്പ്, പൊസഷൻ, ആവശ്യം, വോണ്ട്, ഇതിനെ എല്ലാത്തിനെയും കാണിക്കുന്ന വെർബാണ് സ്റ്റേറ്റീവ് വെർബ്സ് എന്ന് പറയുന്നത്. ഇനി ഡൈനാമിക് വെർബ്സ് എന്ന് പറയുന്നത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഡൈനാമിക് വെർബ്സ് എപ്പോഴും ആക്ഷനെ മാത്രമേ കാണിക്കത്തുള്ളൂ, പ്രവൃത്തിയെ മാത്രമേ കാണിക്കത്തുള്ളൂ. മെന്റലി എല്ലാ കാര്യങ്ങളും, സബ്ജക്റ്റിന്റെ മെന്റലി എല്ലാ കാര്യങ്ങളും കാണിക്കുന്നത് സ്റ്റേറ്റീവ് വെർബ്സ് ആണെങ്കിൽ, സബ്ജക്റ്റ് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളെ കാണിക്കുന്നതും ഡൈനാമിക് വെർബ്സ് ആണ്. അപ്പൊ നമുക്കിനി ഡൈനാമിക് വെർബ്സ് എന്താണെന്ന് നോക്കാം. അപ്പൊ ഡൈനാമിക് വെർബ്സ് എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റിന്റെ ആക്ഷനെ കാണിക്കുന്ന വെർബ്സിനെയാണ് ഡൈനാമിക് വേർബ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഡൈനാമിക് വേർബ്സ് എന്ന് പറയുന്നത് ആക്ഷനെ കാണിക്കുന്ന വേർബ്സ് ആണ്. വിച്ച് ഷോസ് ആക്ഷൻ അല്ലെ. ആക്ഷനെ കാണിക്കുന്ന വേർബ്സിനെയാണ് ഡൈനാമിക് വേർബ്സ് എന്ന് പറയുന്നത്. ഒരു സബ്ജക്റ്റിന്റെ മെന്റലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, തോട്ട്സ്, ഇമോഷൻ, ഫീലിങ്സ്, റിമെമ്പർ, റെക്കഗ്നൈസ്, സെൻസ്, പൊസഷൻ, ഓണർഷിപ്പ്, ഇതെല്ലാം സ്റ്റേറ്റീവ് വേർബ്സ് കാണിക്കുകയാണെങ്കിൽ ഒരു സബ്ജക്റ്റ് ചെയ്യുന്ന പ്രവൃത്തിയെ കാണിക്കുന്ന വേർബ്സിനെയാണ് ഡൈനാമിക് വേർബ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ പറയുകയാണെങ്കിൽ ഐ ആം റൈറ്റിംഗ് അല്ലെ. ഐ ആം റൈറ്റിംഗ്, ഞാൻ എഴുതുകയാണ്. ഇവിടെ ഞാൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. എഴുതുക എന്ന് പറയുന്ന ഒരു പ്രവൃത്തിയല്ലേ, ആക്ഷൻ അല്ലേ. അപ്പൊ ഈ റൈറ്റിങ്ങിനെ നമുക്ക് ഏത് വെർബായിട്ട് പറയാം? ഡൈനാമിക് വെർബായിട്ട് പറയാം. അടുത്തത് ഷീ ഈസ് വാഷിംഗ്. ഷീ ഈസ് വാഷിംഗ് ഹർ ക്ലോത്ത്സ് അല്ലെ. ഷീ ഈസ് വാഷിംഗ് ഹർ ക്ലോത്ത്സ്. ഇവിടെ വാഷിംഗ് എന്ന് പറയുന്നത് ഷീ ചെയ്യുന്ന ഒരു പ്രവൃത്തിയെ കുറിച്ചല്ലേ പറയുന്നത്. അപ്പൊ വാഷിംഗ് എന്ന് പറയുന്നത് ഒരു പ്രവൃത്തിയാണ്, ഇറ്റ്സ് ആൻ ആക്ഷൻ. അപ്പൊ നമുക്ക് അതിനെ ഏത് വെർബിൽ കൂട്ടാം? ഡൈനാമിക് വെർബിൽ കൂട്ടാം. അതുപോലെ ഹി ഈസ് ടീച്ചിങ് അല്ലെ. ഹി ഈസ് ടീച്ചിങ്, അവൻ പഠിപ്പിക്കുകയാണ്. ഹി ചെയ്യുന്ന ഒരു പ്രവൃത്തിയെ കുറിച്ചാണ് പറയുന്നത്, ഒരു ആക്ഷൻ ആണ് പറയുന്നത്. ആക്ഷൻ ഏതാണ്? ടീച്ചിങ് അല്ലേ, പ്രവൃത്തി. ടീച്ചിങ് എന്ന് പറയുന്നത് ഏത് വെർബാണ്? ഡൈനാമിക് വെർബാണ്. അടുത്തത് ഷീ ഈസ് സിംഗിങ് അല്ലെ. ഷീ ഈസ് സിംഗിങ്, ഷീ ഈസ് സിംഗിങ് എ സോങ് അല്ലെ. അവൾ ഒരു പാട്ട് പാടുകയാണ്. ഷീ ചെയ്യുന്ന പ്രവൃത്തിയാണ് പറയുന്നത് സിംഗിങ് എന്നല്ലേ. സിംഗിങ് എന്ന് പറയുന്നത് ഒരു പ്രവൃത്തിയാണ്, ആക്ഷൻ ആണ്, ഡൈനാമിക് വേർബ്സ് ആണ്. ക്ലൈംബിംഗ് അല്ലെ. റയാൻ ഈസ് ക്ലൈംബിംഗ് അല്ലെങ്കിൽ ടോം ഈസ് ക്ലൈംബിംഗ് ട്രീസ്. ടോം ഈസ് ക്ലൈംബിംഗ് ട്രീസ്. ടോം മരത്തിലൊക്കെ കയറുകയാണ്. ക്ലൈംബിംഗ് എന്ന് പറയുന്നത് ടോം ചെയ്യുന്ന പ്രവൃത്തിയെ കുറിച്ചാണ് പറയുന്നത്.
സോ ഇറ്റ്സ് എ ഡൈനാമിക് വെർബ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. സബ്ജക്റ്റ് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ടീച്ചിങ്, ഈറ്റിംഗ്, ഡ്രിങ്കിങ്, ക്ലൈംബിംഗ്, വാക്കിംഗ്, ജമ്പിംഗ്, ഇതെല്ലാം ആക്ഷൻസ് അല്ലേ? ഇതിനെല്ലാം കാണിക്കുന്ന വെർബാണ് ഡൈനാമിക് വെർബ്. സബ്ജക്റ്റിന്റെ പ്രവൃത്തി അല്ലാതെ, ആക്ഷൻ അല്ലാതെ മെന്റലി റിലേറ്റഡ് ആയിട്ടുള്ള തോട്ട്സ്, ഇമോഷൻ, ഫീലിങ്സ്, സെൻസ്, ഒരു പൊസഷൻ, ഓണർഷിപ്പ്, ഇതിനെല്ലാം കാണിക്കുന്ന വെർബാണ് സ്റ്റേറ്റീവ് വെർബ്സ്. അപ്പൊ ഇത്രയേ ഉള്ളൂ സ്റ്റേറ്റീവ് വെർബ്സും ഡൈനാമിക് വെർബ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ രണ്ട് വെർബ്സും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും താഴെ നിങ്ങൾ കോമെന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് മീ രേഷ്മ. താങ്ക് യു.